ദാമ്പത്യ ജീവിതം, കുടുംബ ജീവിതം അത് ഫെയിലറായി കൊണ്ടിരിക്കുന്ന, തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന ദാരുണമായ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഫെയിലറായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ദാമ്പത്യ ബന്ധങ്ങളുടെ പ്രധാന ഹേതുകം എന്ന് പറയപ്പെടുന്നത് ദമ്പതികൾ തമ്മിലുള്ള അസ്വാരസ്യങ്ങളും സ്വരച്ചേർച്ചയില്ലായ്മ മാത്രമല്ല, ഇവരുടെ ഒരു സൊസൈറ്റി പോലെയുള്ള ഒരു ജോയിന്റ് ഫാമിലിയിലാണ് ജീവിക്കുന്നതെങ്കിൽ എല്ലാവരോടും അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ സാധിക്കാത്തതിൻ്റെ ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഈ പെൺകുട്ടികൾക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും എല്ലാ വിഷയത്തിലും നമ്മൾ പെൺകുട്ടികളെ അടച്ച് ആക്ഷേപിക്കുകയും അല്ലെങ്കിൽ അവരുടെ കൾച്ചർ വേറെ, നമ്മുടെ കുടുംബത്തിന്റെ കൾച്ചർ വേറെ എന്ന് പറഞ്ഞ് നമുക്കും അവർക്കുമിടയിൽ വലിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇത്തരം സംസാരങ്ങളിലൂടെ ഉണ്ടാക്കി തീർക്കുകയും ചെയ്യാറുണ്ട്. മാതാവിന്റെ മഹത്വവും പിതാവിന്റെ മഹത്വവും അതുപോലെ തന്നെ കുടുംബ ബന്ധത്തിന്റെ മഹത്വവും മഹിമയും ഒക്കെ തന്നെ പഠിപ്പിച്ച ഇസ്ലാം ഒരു പെൺകുട്ടി ഒരു വീട്ടിലേക്ക് കയറി വന്നാൽ ആ പെൺകുട്ടിയോട് എങ്ങനെ പെരുമാറണം എന്ന മഹത്വം കൂടി പരിശുദ്ധമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഇസ്ലാം കൂടിയാണ് നാം ഉൾക്കൊള്ളുന്ന പരിശുദ്ധമായ ഇസ്ലാം. ആ പേരിൽ അറിയപ്പെടുന്ന മുസ്ലിമീങ്ങൾ കൂടിയാണ് നമ്മൾ അടക്കമുള്ള മുസ്ലിമീങ്ങൾ എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അലാ ഇന്ന ലക്കും അലാ നിസാഇകും ഹഖ്ഖാ വലിനിസാഇകും അലൈകും ഹഖ്ഖാ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന കുടുംബിനി, ഭാര്യ, നിങ്ങളുടെ പ്രിയതമ, നിങ്ങളുടെ സഹധർമ്മിണി, ആ സഹധർമ്മിണിക്ക് നിങ്ങളോടും നിങ്ങൾക്ക് ആ സഹധർമ്മിണിയോടും ഒരുപാട് കടപ്പാടുണ്ട്, കടമയുണ്ട് പരിശുദ്ധമായ ഇസ്ലാമിൽ. വഹഖ്ഖുഹുന്ന അലൈക്കും, നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടുന്ന ബാധ്യത അൻ തുഹ്സിനു ഇലൈഹിന്ന ഫീ ഖിസ്വതിഹിന്ന വതആമിഹിന്ന. അവരുടെ വസ്ത്രത്തിന്റെ വിഷയത്തിലാണെങ്കിലും അവരുടെ ഭക്ഷണത്തിന്റെ വിഷയത്തിലാണെങ്കിലും അവരുടെ മറ്റു സ്വാതന്ത്ര്യത്തിന്റെ വിഷയത്തിലാണെങ്കിലും അവരോട് നല്ല രീതിയിലുള്ള സഹവർത്തിത്വവും നല്ല പെരുമാറ്റവും ഭർത്താവ് എന്ന രീതിയിൽ നടത്തലാണ്. അതിൽ ഇന്ന് ഒരുപാട് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഇന്ന് കേരളത്തിൽ എന്റെ പ്രിയമുള്ളവരെ തലപൊക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളും, എന്തിനേറെ ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടേണ്ടുണ്ടാകുന്ന അതിന്റെ പൂർണ്ണത പോലും നിരാകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ നാളെ റബ്ബുൽ ഇസ്സത്ത് പടച്ചവന്റെ മുമ്പിൽ കോടതിയിൽ എന്തുകൊണ്ട് നീ നിന്റെ സഹധർമ്മിണിയോട്, നിന്റെ ഭാര്യയോട് നീ അതിന്റെ എല്ലാ വശങ്ങളും പൂർത്തീകരിച്ചില്ല എന്ന് പടച്ച തമ്പുരാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അതാണ് ഒരു ഇസ്ലാമിക ദാമ്പത്യം എന്ന് പറയുന്നത്. നമ്മൾ കപ്പിൾസായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ദാമ്പത്യം ഫെയിലറാകുന്നതിന്റെ കാരണങ്ങളെ പറ്റി ഇനിയും ഗാഢമായി നമ്മൾ പ്രിയമുള്ള സഹോദരങ്ങളെ പഠിക്കേണ്ടിയിരിക്കുന്നു. ഒരു വിവാഹത്തോടുകൂടെ ഒരു പെണ്ണ് സ്വതന്ത്രയാവുകയാണ് അവിടുന്ന് ചെയ്യുന്നത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഭാഷയിൽ. കാരണം എന്തോ, ഒരു കാലത്ത് കൗമാരപ്രായം കഴിഞ്ഞു, ശിശുപ്രായം കഴിഞ്ഞു, അവിടുന്ന് ബാലികയുടെ പ്രായം കഴിഞ്ഞു. ഇനി അവൾ സ്വതന്ത്രത്തിലേക്ക് കടക്കാണ് എന്നാണ് പരിശുദ്ധമായ ഇസ്ലാം പറയുന്നത്. വിവാഹം കഴിയുന്നതോടുകൂടെ ഒരു പെണ്ണ് സ്വതന്ത്രയാവുകയാണ് എന്നാണ് പരിശുദ്ധമായ ഇസ്ലാം നമ്മെ അവിടുന്ന് പഠിപ്പിക്കുന്നത്. കാരണം എന്താ, അവൾക്ക് കേൾക്കാനും അവൾക്ക് പറയാനും സ്പെഷ്യലൈസായി ചെയ്യപ്പെട്ട ഒരാള്
ഒരു പേഴ്സണാലിറ്റി അവൾക്ക് കണ്ടും കേട്ടും നിൽക്കാൻ ഒരാള്, അവൾക്ക് സ്വാതന്ത്ര്യം, അവളുടെ കാര്യങ്ങൾ പങ്കുവച്ചു കൊടുക്കാൻ ഒരാൾ, കാരണം അവൾ പങ്കുവച്ചു കൊടുക്കാൻ എന്താ കാരണം? അവൾ അധ്വാനിച്ചു കൊണ്ടുവരണം എന്നല്ല പരിശുദ്ധമായ ഇസ്ലാം അവിടുന്ന് പഠിപ്പിക്കുന്നത്. അവളുടെ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഭർത്താവിനുണ്ട് എന്നാണ് പരിശുദ്ധമായ ഇസ്ലാം നമ്മെ അവിടുന്ന് പഠിപ്പിക്കുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഒരു കുടുംബ പശ്ചാത്തലം ഇന്ന് പല സ്ഥലങ്ങളിലും നമ്മളൊരു കോംപ്രമൈസിന് സിറ്റിങ്ങിന് വേണ്ടി ഇരിക്കുന്ന സമയത്ത് ഇരിക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ ഒരു മധ്യസ്ഥക്ക് വേണ്ടി ഇരിക്കുകയാണെങ്കിലും, ഈ പ്രശ്നം സോൾവ് ആക്കാൻ വേണ്ടി കുറച്ച് കാരണവന്മാരെ കൂട്ടിയിട്ട് ഇരിക്കുകയാണെങ്കിലും ഒക്കെ തന്നെ ആ സഹോദരിയുടെ, ആ സഹധർമ്മിണിയുടെ ഭാഗം കേൾക്കുമ്പോൾ ഉണ്ടായി പോകുന്ന ചില വിഷയങ്ങൾ കേരളത്തിൽ പറയാതെ തരമില്ല. എന്റെ പ്രിയമുള്ളവരെ, ഇംഗ്ലീഷുകാർ നമ്മൾ പല സംസ്കാരത്തിന്റെ പേരിലും അവരെ താഴ്ത്തിക്കെട്ടാറുള്ള ഒരു ആൾക്കാരാണ് ഇംഗ്ലീഷുകാർ എന്ന് പറയുന്നത്. പക്ഷേ ആ ഇംഗ്ലീഷുകാർ തന്നെ പെണ്ണിനെ പ്രയോഗിക്കുന്ന, സഹധർമ്മിണിക്ക് പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട്, ദ ബെറ്റർ ഹാഫ് എന്നാണ്. അതായത് എന്റെ ജീവിതത്തിന്റെ നല്ല പാതി എന്നാണ്. സാങ്കേതികമായി അറബി ഭാഷയും എടുത്ത് നോക്കുമ്പോൾ സൗജ എന്നാണ് ഭാര്യയ്ക്ക് അവിടെന്ന് പറയുന്നത്. പക്ഷേ അതിന്റെ ഒരു സുതാര്യതയ്ക്ക് വേണ്ടി അറബികൾ മനോഹരമായി ചിത്രീകരിച്ചു ഹുറുമ എന്നാണ് അവിടെന്ന് പറഞ്ഞത്. എന്താണ് ഈ ഹുറുമത്തിന്റെ അർത്ഥം? പവിത്രത നൽകപ്പെടേണ്ടവൾ, അതാണ് ഹുറുമ എന്നാണ് അറബികൾ പോലും സ്വന്തം സഹധർമ്മിണിയെ, ഭാര്യയെ അവിടുന്ന് വിശേഷിപ്പിക്കുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്പോൾ ഇംഗ്ലീഷുകാരുടെ വിഷയത്തിലാണെങ്കിലും അറബികളുടെ വിഷയത്തിലും ഭാര്യയായി അവളുടെ സ്വാതന്ത്ര്യത്തോടുകൂടെ നിലകൊള്ളുമ്പോൾ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളികളുടെ വിഷയത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭാര്യ എന്ന് പറയുന്നത് ഒരു സെർവന്റ് ആണ്, ഒരു ഹൗസ് വൈഫാണ്. ഭാര്യ എന്ന് പറഞ്ഞാൽ ഒരു സെർവന്റ് ആയിട്ട്, ഒരു വേലക്കാരിയാണ്. ഭാര്യ ചെയ്യണ്ട എന്നല്ല. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് മുമ്പിൽ വന്നിട്ട് ഒരു പരാതി പറയാണ്. ഒരു മനുഷ്യൻ വന്നിട്ട് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയായ മഹാനായ ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരാൾ വന്ന് പരാതി പറയുന്നുണ്ട്. അല്ലയോ ഖലീഫ, ഞാൻ എന്റെ ഭാര്യയെ കുറിച്ച് പരാതി പറയാനാണ് ഞാൻ അങ്ങയുടെ മുന്നിലേക്ക് കടന്നു വന്നത്. പക്ഷെ അങ്ങയുടെ പ്രിയപ്പെട്ട ഭാര്യയായ അതീഖ അങ്ങയെ അവിടെ നിന്ന് നിർത്തി പൊരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വെള്ളത്തിൽ വീണ ആടിനെ പോലെ സൗമ്യവദനായി അവിടെ നിന്ന് ഞാൻ പിന്മാറുകയാണ്. അവിടുന്ന് വന്നപ്പോ ചോദിക്കുന്നുണ്ട്, അല്ല മനുഷ്യൻ, നിങ്ങൾ അങ്ങോട്ട് പോവാണോ? മിണ്ടാതെ അവിടെ നിന്ന് പോകാൻ നോക്കിയപ്പോ വീണ്ടും പറഞ്ഞു, എന്തേ നിങ്ങൾ പോകുന്നത്? ഉമറെല്ലാം ചോദിച്ചു, ഇല്ല, ഞാൻ എന്റെ ഭാര്യയെ പരാതി പറയാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അവിടുന്ന് അങ്ങയുടെ ഭാര്യ അങ്ങയെ അവിടുന്ന് ശാസിക്കുന്നത് കേട്ടപ്പോൾ അതിനൊന്നും പറയാതെ എല്ലാം കേട്ട് അവിടുന്ന് ഭവ്യതയോടുകൂടെ അത് ഇരിക്കുന്നത് കണ്ടപ്പോൾ എന്റെ പരാതികളെല്ലാം നിർവീര്യമായി പോയി. അതുകൊണ്ടാണ് ഞാനൊന്നും പറയാതെ കടന്നു പോകുന്നത്. എന്നാലും പറയൂ സഹോദരി, എന്താണ് നിന്റെ പ്രശ്നം? അപ്പോൾ ആ മനുഷ്യൻ അവിടുത്തെ ഭാര്യയെ കുറിച്ച് പറഞ്ഞു, എന്റെ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് ഇറിറ്റേഷൻ കുറച്ച് കൂടുതലാണ്. അവളോട് സംസാരിക്കുമ്പോൾ കുറച്ച് ഡോസിലാണ് അവൾ പ്രതികരിക്കുന്നത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നീ അതിന്റെ കാരണം പഠിച്ചോ? അവിടുന്ന് ചോദിക്കുന്നത്, എന്താണ് നിന്റെ ഭാര്യ നിന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടാൻ കാരണം, ഇങ്ങനെ ഇറിറ്റേഷൻ ഉണ്ടാകാൻ കാരണം എന്താണെന്ന് പഠിച്ചോ? നീ നിന്റെ വീട്ടിലെ പണികൾ എന്തൊക്കെയാണെന്ന് നീ പഠിച്ചോ? മക്കളെ നോക്കണം, കുട്ടികൾക്ക് പാല് കൊടുക്കണം, വീട്ടിലെ പണികൾ നോക്കണം, അതുപോലെ തന്നെ ക്ലീനിങ് എല്ലാം നടത്തണം, ഭക്ഷണം പാചകം ചെയ്യണം. നീ മൂലക്ക് കൊണ്ടുപോയിടുന്ന നിന്റെ വിയർപ്പിന്റെ ആ തുണി പോലും നിന്റെ ഭാര്യ കഴുകണം, മലക്കണം. എന്തൊക്കെ ധർമ്മങ്ങളാണ്! ഇതൊക്കെ ചെയ്തില്ല എങ്കിൽ ഒരു പെണ്ണ് നമ്മുടെ
നാട്ടിലെ കൺസെപ്റ്റ് അനുസരിച്ച് അവൾ മോശക്കാരിയാണ്, അവൾ വീട്ടിൽ കുറ്റക്കാരിയാണ്. പക്ഷേ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ കൺസെപ്റ്റ് അനുസരിച്ച് അവൾ കുറ്റക്കാരിയല്ല എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണം. ഇത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി. എന്റെ മുഅ്മിനീങ്ങളെ, എന്റെ പ്രിയമുള്ളവരെ, ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇത് എന്റെ ഒരു ഒപ്പീനിയൻ അല്ല. നീ ആ പരാതിപ്പെട്ട അവിടുന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹുന്ന, നീ ആ പരാതിപ്പെട്ട് എന്ന് പറയുന്ന കഥാപാത്രം, പരാതി പറഞ്ഞ കഥാപാത്രം, വല്ലാഹത്തു ലിത്തആമിനാ വല്ലാഹത്തു ലിഔലാദിനാ വത്തബാഖത്തു ലിത്തആമിനാ വഅസ്സാലത്തു ലിസിയാബിനാ വലൈസത വാജിബത്തുൻ അലൈഹാ. എന്നാൽ നീ കേട്ടോ, നീ പരാതിപ്പെട്ട ആ പെണ്ണ് എന്ന് പറഞ്ഞ ആ വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ മക്കൾക്ക് അവിടുന്ന് പാല് കൊടുക്കുന്ന സ്ത്രീയാണ്. ആ പെണ്ണ് നിന്റെ വേലക്കാരിയല്ല, നിന്റെ ഭാര്യ എന്ന് പറയുന്ന സഹധർമ്മിണി എന്ന് പറയുന്നത് നിന്റെ വേലക്കാരിയല്ല. നിന്റെ കുട്ടികൾക്ക് അല്ലാഹു തന്ന അനുഗ്രഹത്തിന് ആ മക്കൾക്ക് പാല് കൊടുക്കുന്ന സ്ത്രീയാണ്. അതുകൊണ്ട് നീ എന്തിനേറെ തന്റെ ഭാര്യ തന്റെ മക്കൾക്ക് പാല് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനൊരു ക്യാഷ് പ്രത്യേകമായിട്ടൊരു ഫണ്ട് തരണമെന്ന് പറഞ്ഞാൽ ആ ഫണ്ട് ഭാര്യയ്ക്ക് കൊടുക്കണം എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ഇവിടുന്ന് വീണ്ടും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു പോവുകയാണ്, നമ്മൾ ദൂരയാത്രകളെല്ലാം പോയിട്ട് തിരിച്ചു വരുമ്പോൾ വിശന്ന് വീട്ടിലേക്ക് കയറി വരുമ്പോൾ നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ഭാര്യക്ക് നീ ഭക്ഷണം കൊടുക്കണം. ആ ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി തരിക എന്ന് പറയുന്നത് വലിയൊരു ബോണസാണ് നമുക്ക്. എത്ര കൃത്യമായിട്ടാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് അവിടുന്ന് പറയുകയാണ്, വഅസ്സാലത്തുൽ ലിസിയാബിനാ, നമ്മുടെ അഴുക്കായ വസ്ത്രം പോലും അവർ അലക്കി തരുന്നത് അത് അവരാണ്, നമ്മുടെ സഹധർമ്മിണിയാണ്, നമ്മുടെ ഭാര്യയാണ്. എന്നിട്ട് അവസാനം ഇത് കൊണ്ടുപോയി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിർത്തുന്നുണ്ട്. നമ്മൾ കാത് തുറന്ന് കേൾക്കണം. ഇന്ന് നിസ്സാരമായ വിഷയങ്ങളുടെ പേരിൽ ദാമ്പത്യ ജീവിതം ഫെയിലറായി പോകുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ഏതാനും മാസങ്ങൾ മാത്രം അവരുടെ ജീവിതത്തിൽ വന്നു പോകുന്ന നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ കുടുംബബന്ധങ്ങളും ദാമ്പത്യ ജീവിതത്തിലും തകരാറാകുന്നവർ, ഭാര്യ വീട്ടിൽ ഒരു പണി ചെയ്തില്ല എങ്കിൽ ആ പണിയെ മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു വാക്ക് കേൾക്കണം, വലൈസ വാജിബത്തുൻ അലൈഹാ. ഇതൊന്നും ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ ആ പെണ്ണിന് നിർബന്ധമല്ല. എത്ര കൃത്യമായിട്ടാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നത്. നിർബന്ധമായ കാര്യമല്ല. അങ്ങനെയാണ് വിവാഹത്തിലൂടെ ഒരു പെണ്ണ് സ്വതന്ത്ര ആകുന്നത്. അങ്ങനെയാണ്. അതുകൊണ്ട് ഒരു പെണ്ണിന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കാൻ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം അവന് കഴിയണം. അവളും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു ജന്മമല്ലേ. മകൾ ഒരു കൺസെപ്റ്റ്, മരുമകൾ ഒരു കൺസെപ്റ്റ്. അതൊരിക്കലും ശരിയല്ല. മരുമകളെ കാണുമ്പോൾ എനിക്കും ഒരു മകനുണ്ട്, എനിക്കും ഒരു മകനുണ്ട്, അതുപോലെ തന്നെ ഒരു ഉമ്മാന്റെ മോളാണല്ലോ ഇവർ എന്ന തോന്നൽ വേണമെന്ന് പഠിപ്പിച്ചു പരിശുദ്ധമായ ഇസ്ലാം. ഇന്നിപ്പോൾ പല ട്രോളുകളും നമ്മൾ കാണുമ്പോൾ, കഴിഞ്ഞ പെരുന്നാളിനാണെന്ന് തോന്നുന്ന ഒരു ട്രോള് കണ്ടു. പ്രിയപ്പെട്ട ആ വീട്ടിലെ ഉമ്മയുടെ മകൾ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ഉമ്മയുടെ മുഖം വല്ലാത്തൊരു ചിരിച്ചുകൊണ്ടുള്ള ഒരു മുഖം. വീട്ടിൽ നിന്നും മരുമകൾ പെരുന്നാളിന് ലീവിന് പുറത്തോട്ട് പോകും, വീട്ടിലോട്ട് പോകുമ്പോൾ ഒരു ക്രൂവനായിട്ടുള്ള ഒരു വല്ലാത്ത ഒരു, നമ്മളൊക്കെ സാധാരണ പറയുന്നത് ഒരു കടന്നൽ കുത്തിയ മുഖം പോലെ എന്നുള്ള ആ ഒരു ട്രോള്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഒരു അസപ്റ്റിലൂടെ ശരിക്കും നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ ഇസ്ലാമികമായി എന്തെങ്കിലും വിവേചനങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ? പല കുടുംബ പ്രശ്നങ്ങളുടെയും കാരണം കപ്പിൾസ് തമ്മിലുള്ള പ്രശ്നം കാരണം മാത്രമല്ല, അവരുടെ ഭാര്യ ഭർത്ത ബന്ധങ്ങൾ തമ്മിൽ മാത്രമല്ല,
മറ്റു പല പൊരുത്തപ്പെടാൻ സാധിക്കാത്ത പ്രശ്നങ്ങളും ഓവർ പ്രഷർ വന്ന് ഒരു തലക്ക് മുകളിൽ വരികയാണെങ്കിൽ ഈ പ്രായക്കാരിയായ ഒരു പെൺകുട്ടിക്ക് നമ്മുടെ പ്രഷർ താങ്ങാൻ കഴിയുന്നുണ്ടോ? നമ്മൾ കോംപ്രമൈസിനെ, ഒരു മധ്യസ്ഥത്വത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളൽ വരുമ്പോൾ അവിടെ ചെന്നിരിക്കുമ്പോൾ സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഏറ്റവും വരുന്ന വിഷയം എന്ന് പറയുന്നത് വീട്ടുജോലി ചെയ്യുന്നില്ല, വീട്ടിലെ പണിയാണ് കൂടുതൽ അവിടെ ചർച്ചക്കെടുക്കുന്നത്. ഇസ്ലാം ആ പണിയെ കുറിച്ച് ഒന്നും പറയുന്നില്ല, അതൊക്കെ വീട്ടുജോലിയെ കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ആ അഡ്ജസ്റ്റ്മെന്റിലൂടെ നമ്മൾ കടന്നു പോകണം. ഒരിക്കൽ ഒരു വിവാഹിതനായ ഒരു സഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ വിവാഹം കഴിച്ച ഭാര്യ എന്റെ വീട്ടിലാണോ താമസിക്കേണ്ടത് അതോ അവളുടെ വീട്ടിലാണോ ഞങ്ങൾ താമസിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നീ നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി വെച്ച വീട്ടിലാണ് താമസിക്കേണ്ടത് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേൾക്കുമ്പോൾ അടുത്ത ഫത്വയും കൊണ്ട് വരുമൊന്നും വേണ്ട. കല്യാണം കഴിക്കുമ്പോൾ സ്വന്തമായിട്ട് വീടൊന്നും വേണം, ഇനി അതിനെ വളച്ചൊടിച്ച് പ്രയാസകരമാക്കൊന്നും വേണ്ട. എന്തിനേറെ ഒട്ടകത്തിൽ യാത്ര ചെയ്തപ്പോൾ തന്റെ സഹധർമ്മണി, റിഫ്ഖ എന്ന് പറഞ്ഞാൽ പളുങ്ക് എന്നും അർത്ഥമുണ്ട്, തന്റെ പുറകിലിരിക്കുന്ന ഒട്ടകത്തിന്റെ വാഹനത്തിന്റെ പുറകിൽ നിന്റെ സഹധർമ്മണി ഭാര്യയുണ്ടെങ്കിൽ നീ വേഗത കുറച്ചു പോകണമെന്ന് പഠിപ്പിച്ച് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു പ്രവാചകനെ നോക്കിയിട്ടാണ് പെണ്ണുപിടിയനെന്നും പ്രാകൃതനെന്നും ഇന്നെല്ലാം വാർത്താ മാധ്യമങ്ങളിലൂടെ പുറപ്പെടുവിക്കുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ നിയമങ്ങൾക്കനുസൃതമായിട്ട് വേണം നമ്മുടെ വിവാഹ ബന്ധത്തിന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുവാൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട് കേരളക്കരയിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപകളുടെ പൊടിപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്താണ് എന്ന് പറഞ്ഞ നിക്കാഹിനെ അവനവന്റെ ആർഭാടത്തിന്റെ അഹങ്കാരത്തിന്റെ വേദിയാക്കി മാറിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരവസ്ഥയാണ്, വല്ലാത്തൊരു അപകടമാണ് നമ്മുടെ ഇന്നത്തെ സമുദായത്തിന്റെ പോക്ക്. എന്റെ പ്രിയമുള്ളവരെ, നാളെ പടച്ചവന്റെ മുമ്പിൽ, അല്ലാഹുവിന്റെ മുമ്പിൽ നീ സമാധാനം പറയേണ്ടി വരും. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു, നിക്കാഹു മിൻ സുന്നത്തി, എന്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. ഫമൻ റഗിബ അൻ സുന്നത്തി, ആരാണ് എന്റെ സുന്നത്തിനെ അവഹേളിക്കുന്നുവോ, കൂത്തുകൾ കാണിച്ച് ആർഭാടങ്ങൾ കാണിച്ചുകൊണ്ട് എന്റെ സുന്നത്തിനെ ആരാണ് അവഗണിക്കുന്നുവോ അവൻ എന്നിൽപ്പെട്ടവനല്ല. തമ്മാടികളെ മാറി നിൽക്കട എന്ന് അവരോട് ഞാൻ പറയുമെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്തായി പറഞ്ഞ വിവാഹം നിക്കാഹിന്റെ സദസ്സ് എന്നുള്ളത് ഇന്ന് ആട്ടും പാട്ടവുമായി, ആണും പെണ്ണുമായി ആർഭാടത്തിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന ഈ പേക്കോട്ടുകൾക്ക് മഹല്ല് നമ്മൾ ഉത്തരവാദിത്വം പറയണം. നമ്മൾ മഹല്ല് ഭാരവാഹികളെ അടിപൊളി തന്നെ വേണം. ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുവാൻ. ഇന്ന് എന്തെല്ലാം ആർഭാടങ്ങളാണ് ഇന്ന് ഈ സമുദായത്തിനാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു. ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണ്ടേ? അതാണ് ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയത്. നന്മയെ അവഗണിക്കുന്ന കാലഘട്ടം. ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ സുലഭമല്ല ഉസ്താദേ, ജീവിതത്തിൽ ഒരു പ്രാവശ്യം നടക്കുന്ന വിവാഹമല്ലേ, അതൊക്കെ കണ്ണടിച്ചു കൊടുത്താൽ മതി. നിങ്ങൾ കണ്ണടിച്ചു കൊടുക്കും. പക്ഷേ പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമങ്ങൾ അത് നമ്മൾ മറക്കരുത്. അവർക്ക് വേണ്ടി ഹലാലാക്കുവാനും അവർക്ക് വേണ്ടി ഹറാമാക്കുവാനും ഏത് മതമാണ് നമ്മെ പഠിപ്പിക്കുന്നത്? ഇന്ന് ഇസ്ലാമിന്റെ പേര് ഒരു പുതിയാപ്പിള, ഇന്ന് നിക്കാഹ് എന്ന് പറയുന്ന ആ മഹത്തരമായ ഇബാദത്ത് എന്ന് പറയുന്ന സൽക്രമം ഒരു വിവാഹത്തിന്റെ വേദിയിൽ, നിക്കാഹിന്റെ വേദിയിൽ വളരെ ചുരുങ്ങിയ രൂപത്തിൽ മാറി നിൽക്കുന്ന ഒരു കർമ്മമായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു പുതിയാപ്പിള കയറി വരുമ്പോൾ ഇത് ഇവന്റ്സ് മാനേജ്മെന്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ആ നിക്കാഹിന്റെ കയറി വരുമ്പോൾ 11:30 നിക്കാഹ് പറഞ്ഞാൽ ക്യാമറമാരുടെ കയ്യിലാണ്. ചോദിക്കുമ്പോൾ പറയും, ഉസ്താദ് ഒന്നും കുഴപ്പമില്ല, ഇപ്പൊ അവരുടെ കയ്യിലൊന്നും പറയാതിരിക്കാൻ നിർവാഹമില്ല. നീ നടപ്പാക്കണോ? ഇസ്ലാം നടപ്പാക്കണം.
പരിശുദ്ധമായ ഇസ്ലാം എന്ന് പറഞ്ഞ ആ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് വേണം നമ്മുടെ മകളുടെ മകന്റെ വിവാഹം നടത്താൻ. അല്ലെങ്കിൽ നാളെ പടച്ചവന്റെ മുൻപിൽ നീ സമാധാനം പറയണമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഏത് മേഖലയിലാണെങ്കിലും, നമ്മുടെ മഹല്ലത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണെങ്കിലും, ഏത് സംഘടനാ പരിപാടി സംഘടിപ്പിച്ചാലും അത് ഈ സമൂഹത്തിന് കൊടുക്കുന്ന നല്ലൊരു മെസ്സഞ്ചറാകണം. ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് വേണം ഏത് പരിപാടി സംഘടിപ്പിക്കുമ്പോഴും നമ്മൾ അതിനെ കൈവരിക്കുവാൻ, മനസ്സിലാക്കുവാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് മനസ്സിലാക്കുവാനും ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് ഓരോ വിശ്വാസികളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖറ അൽഹംദുലില്ലാഹി റബ്ബിൽ